ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സിനിമാ കഥ പറയുന്ന പോലെ മറ്റൊന്നുമല്ല. 2023 ആദ്യ പകുതി ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് മോശമായിരുന്നെങ്കിൽ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു സ്വപ്നം കാണാനുള്ള അവസരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതെ, കഴിഞ്ഞ രണ്ട് മത്സരത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പീക്ക് പെർഫോമൻസിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, അതോടൊപ്പം തന്നെ മുംബൈ സിറ്റി FC എന്നീ രണ്ട് ടീമുകളെ നമുക്കവിടെ തോൽപ്പിക്കാനായി. അത് മോഹൻ ബഗാൻ്റെ ഹോം മാച്ചിൽ പോയിട്ട് 24-ാം തീയതി നമ്മൾ മുംബൈയെ തോൽപ്പിച്ച് 25-ാം തീയതി ക്രിസ്മസ്, 26-ാം തീയതി ട്രാവൽ ചെയ്യുന്നു, 27-ാം തീയതി മോഹൻ ബഗാൻ്റെ ഹോം മാച്ചിൽ അവിടെ പോയി നമ്മൾ എവേ മാച്ച് കളിക്കുന്നു. ആ ഒരു മത്സരത്തിൽ 1-0 അതും നല്ല കിടിലം പെർഫോമൻസിലൂടെ നമ്മൾ അവരെ തോൽപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റാണ്. മോഹൻ ബഗാനെ നമുക്കറിയാം, കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് അത്ര നല്ല റിസൾട്ട് ആയിരുന്നില്ല മോഹൻ ബഗാൻ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ അതൊന്ന് മാറ്റിക്കുറിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. ആസ് എ ടീം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഡിഫൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെസ്കോവിച്ച് മിലോസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അന്യായം എന്ന് പറഞ്ഞാൽ അന്യായമാണ്. ഇന്നലത്തെ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രീതത്തിൻ്റെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. ആ നവോച്ച് ഒരു അണ്ടർ റേറ്റഡ് ഡയമണ്ട് ആണ് എന്നുള്ള കാര്യം വീണ്ടും തെളിയിക്കുന്നുണ്ട്. പുള്ളി കൊള്ളാം, അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഇന്ത്യൻ മിഡ്ഫീൽഡ് വെച്ചിട്ടാണ് ഈ ഒരു മത്സരത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ഈ ഒരു ഇന്ത്യൻ മിഡ്ഫീൽഡ് വെച്ചിട്ടായിരുന്നു പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് രാഹുലിൻ്റെ പെർഫോമൻസ്. രാഹുലിനെ ഒരുപാട് പേര് വിമർശിക്കുന്ന കാണുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലാണെങ്കിലും ഈ ഒരു മത്സരത്തിലാണെങ്കിലും അതിന് കുറവില്ല. രാഹുലിൻ്റെ വർക്ക് റേറ്റ് ഇന്നലെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, രാഹുൽ മിഡ്ഫീൽഡും അതുപോലെ തന്നെ ഡിഫൻസിലും നല്ല ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. പക്ഷേ ഗോൾ അടിക്കുന്നില്ല എന്നൊരു ഫാക്ടർ തന്നെയാണ്. ഇതിന് മാത്രം പുള്ളിയെ കളിയാക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ പുള്ളിയെ വിമർശിക്കേണ്ട കാര്യമില്ല. പുള്ളി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ആ സീസണിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന രാഹുലല്ല ഇപ്പോൾ ഈ ഒരു മിഡിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് പുള്ളി റീഗെയിൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇന്നലത്തെ ആ ഒരു മത്സരത്തിലെ ഹീറ്റ് മാപ്പ് ആ ഒരു സ്ക്രീനിൽ എടുത്ത് കാണിക്കുന്നത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുലിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഹീറ്റ് മാപ്പ് പുള്ളി സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അത്ര മനോഹരമായിട്ട് പുള്ളി ആ ഒരു വർക്ക് എടുക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. ഇപ്പോൾ ലൂണയുടെ ഇഞ്ചുറി നോക്കിക്കഴിഞ്ഞാൽ ലൂണയുടെ ഇഞ്ചുറിക്ക് ശേഷം നമുക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു എന്താവും കളി എന്നുള്ളത്. ആക്ച്വലി ലൂണ പോയപ്പോൾ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ലൂണ എടുത്തിരുന്ന അല്ലെങ്കിൽ ലൂണ ഇട്ടിരുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഓരോ പ്ലെയറും ഗ്രൗണ്ടിൽ എടുക്കാൻ തുടങ്ങി. നേരത്തെ ലൂണ മാത്രമായിരുന്നു കമ്മിറ്റ്മെൻറ്റ് ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന 11 പേരും ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇടുന്നുണ്ട്. അതിൻ്റേതാണ് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐമൻ, അസർ, രാഹുൽ എന്നിവരുടെ കോമ്പിനേഷൻ അന്യായമാണ്. ഇടയ്ക്ക് അസറിനെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അസറിനെ ശരിക്കും കാണാൻ പറ്റിയ അല്ലെങ്കിൽ അസറിൻ്റെ ശരിക്കും ഫുൾ പൊട്ടൻഷ്യൽ കാണാൻ പറ്റിയ ഒരു മാച്ച് തന്നെയായിരുന്നു ഇത്. മികച്ച ത്രൂ ബോളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസിൽ നല്ല കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. മിഡ്ഫീൽഡിൽ നന്നായിട്ട് ഗെയിം കൺട്രോൾ ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ് അസ്രാൻ നൈമൻ. അതോടൊപ്പം തന്നെ ഡനീഷ് ഇന്നലെ അല്പം വീക്കായിരുന്നു, അല്ലെങ്കിൽ രണ്ട് മത്സരങ്ങളായിട്ട് കുറച്ച് പ്രശ്നങ്ങളും മിസ്പാസുകളൊക്കെ ഡനീഷിൻ്റെ ഭാഗത്ത് നിന്ന് കാണാനുണ്ട്. കുഴപ്പമില്ല. അതുപോലെ തന്നെ പെപ്പർ നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട്. അത് ഡിഫൻസിന് നല്ല പണിയാണ് കൊടുക്കുന്നത്. അതായത് എതിർ ടീമിൻ്റെ ഡിഫൻസ് ആ ലാസ്റ്റ് ടൈമിൽ പുള്ളിയുടെ ഒരു റൺ ഉണ്ടായിരുന്നു. ഉസൈൻ ബോൾട്ട് പോകുന്ന പോലെ ഒരു ഒറ്റ പോക്ക് പേടിച്ചു പോയി. അത് കിടിലായിരുന്നു. അതിന് അവസാന സമയത്ത് നല്ല ചാൻസുകൾ നമ്മളുണ്ടാക്കി. അതോടൊപ്പം തന്നെ ലെസ്കോവിച്ചിൻ്റെ കമാൻഡിങ് പവർ ആസ് എ ക്യാപ്റ്റൻ പുള്ളി ബ്രില്യൻ്റ് ആണ്. ആസ് എ പ്ലെയർ, ആസ് എ ക്യാപ്റ്റൻ പുള്ളി അന്യായമാണ് കേട്ടോ. അന്യായമായിട്ട് പുള്ളി പ്ലേയേഴ്സിനെ ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സച്ചിന് വേണ്ട കമാൻഡ്സ് കൊടുക്കുന്നുണ്ട് വേണ്ട സമയത്ത്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിഡ്ഫീൽഡിലും പോട്ടെ, മിലോസുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷനും അന്യായ രീതിയിൽ വർക്കൗട്ട് ആകുന്നുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആസ് എ ടീം അടിപൊളിയായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഡനീഷിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജീക്സൺ ഓക്കെ ആയി വരുന്നുണ്ട്. ജീക്സൺ അടുത്ത മത്സരങ്ങൾ തൊട്ട് കളിച്ചേക്കാം നല്ല കളിക്കും, പ്രാക്ടീസ് ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പൊക്കി പറയല്ല, ടീം ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അതുതന്നെയാണ് വേണ്ടത്. പോയിന്റ് ടേബിൾ നമ്മൾ 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. പക്ഷേ ഗോവ 2ാം സ്ഥാനത്തുണ്ട്. 9 മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. പോയിന്റ് ടേബിൾ നമ്മൾ ടോപ്പിൽ തന്നെ ഫിനിഷ് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. കാത്തിരുന്ന് തന്നെ കാണാം. ഇനി ഗോവയും കൂടി തോൽപ്പിച്ചാലേ ആ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ഗൈസ്.